പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട ലേഖനം ഉയർത്തിക്കാണിക്കുന്നത് തൊട്ടിട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതിനുശേഷം അദ്ദേഹത്തിന് മൈക്ക് ഓഫാക്കപ്പെട്ടു. അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ സ്പീക്കർ നിലപാടെടുത്തു. ഇത്രയും ഗുരുതരമായ ചർച്ചകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ സാഹചര്യം ഉണ്ടാക്കുന്ന ആ പുസ്തകം ഏതാണ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചുരുക്കി പറയാം, നമ്മുടെ മുൻ ആർമി ചീഫായിരുന്ന ജനറൽ എം നരവാണയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകത്തെ ചൊല്ലിയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം. വളരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം അതിൽ നടത്തുന്നുണ്ട്. 2020 ഇന്ത്യൻ പട്ടാളവും ചൈനീസ് പട്ടാളവും അതിർത്തിയിൽ മുഖാമുഖം നിന്നപ്പോൾ, യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രിയിൽ നിന്നോ പ്രതിരോധ മന്ത്രിയിൽ നിന്നോ വേണ്ട പിന്തുണയൊന്നും സൈന്യത്തിന് ലഭിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് തീരുമാനമെടുക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ചോദിച്ചപ്പോൾ താങ്കൾക്ക് ഉചിതം എന്താണെന്ന് തോന്നുന്നോ അത് ചെയ്തോളൂ എന്നാണ് അത്രയും മറുപടി കിട്ടിയത്. അതായത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം സംഭവിക്കണോ സംഭവിക്കണ്ടോ എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം സൈന്യത്തിൻ്റെ തലയിലേക്കിട്ട് പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്ന വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തുന്നത് അന്നത്തെ ആർമി ചീഫാണ്. ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത് തൊട്ടിട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പ്രശ്നമായതോടുകൂടി ഈ ഒരു പുസ്തകം ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പബ്ലിഷേഴ്സായ പെൻഗ്വിൻ ഇന്ത്യ വിശദീകരണക്കുറിപ്പിറക്കി. രസകരം എന്ന് പറയട്ടെ, 2023 ഈ പുസ്തകം പുറത്തിറങ്ങിയ അല്ലെങ്കിൽ അനൗൺസ് ചെയ്ത അതേ സമയത്ത് തന്നെ പെൻഗ്വിനിൻ്റെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ട് ജനറൽ എം നരവാണ പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് പങ്കുവച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ ആമസോൺ അടക്കമുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമായിരുന്നു, പല ബുക്ക് സ്റ്റോറുകളിലും ലഭ്യമായിരുന്നു. PDF കോപ്പി ഇപ്പോഴും അവൈലബിൾ ആണ്. MP മാരടക്കം പലരും അത് വായിച്ചിട്ടുള്ളതുമാണ്. ഇത്രയും പബ്ലിക് ഡൊമൈനിലുള്ള ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പെൻഗ്വിൻ ഇന്ത്യ എന്ന പബ്ലിഷേഴ്സ് പറയുന്നത്. ഇതിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഡൽഹി പോലീസ് പറയുന്നത് ഈ പുസ്തകത്തിന് ഡിഫൻസ് മിനിസ്ട്രി ഇതുവരെ ക്ലിയറൻസ് കൊടുത്തിട്ടില്ല എന്നുമാണ്. വിഷയം എന്തു ആയിക്കൊള്ളട്ടെ, പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് ജനറൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. പെൻഗ്വിൻ അടക്കമുള്ള വെബ്സൈറ്റുകളിൽ ഈ പുസ്തകം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഡൊമൈനിൽ ഈ വിവരങ്ങളെല്ലാം ലഭ്യവുമാണ്. എന്നിട്ടും ഈ വിഷയത്തിൽ ഒരു ചർച്ച നടക്കാത്തത്, ഒരു വ്യക്തത വരുത്താത്തത് എന്തുകൊണ്ടായിരിക്കും? വെറുമൊരു പുസ്തകത്തെ ചൊല്ലിയിട്ടുള്ള ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല ഇത്. പാർലമെൻ്ററി ചരിത്രത്തിൽ ഇല്ലാത്ത വിധം നടപടികൾ എടുക്കുന്നുണ്ടെങ്കിൽ, കൃത്യമായ ഉത്തരങ്ങളില്ലാത്ത വിധം രാജ്യസുരക്ഷയെ പറ്റിയുള്ള വിഷയങ്ങൾ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് ജനാധിപത്യ ബോധമുള്ള ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയം തന്നെയാണ്.